നമസ്കാരം. സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ ലോറിൻ പവൽ ജോബ്സ് 2025 മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തിയതൊക്കെ വാർത്തകളിലൂടെ നമ്മൾ അറിഞ്ഞതാണ്. ഇപ്പോൾ ആപ്പിളിന്റെ സഹസ്ഥാപകൻ സ്റ്റീവ് ജോബ്സ് എഴുതിയ ഒരു കത്താണ് വാർത്തകളിൽ ഇടം നേടിയിരിക്കുന്നത്. 1974 എഴുതിയ കത്തിൽ കുംഭമേളയ്ക്കായി ഇന്ത്യ സന്ദർശിക്കാനുള്ള സ്റ്റീവ് ജോബ്സിന്റെ പദ്ധതിയെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അടുത്തിടെ ഈ കത്ത് കോടികൾക്ക് ലേലം ചെയ്തു. സ്റ്റീവ് ജോബ്സിന്റെ 19ാം ജന്മദിനത്തിന് ഒരു ദിവസം മുൻപ് പോസ്റ്റ് മാർക്ക് ചെയ്ത കത്ത് അദ്ദേഹത്തിന്റെ ബാല്യകാല സുഹൃത്ത് ടിം ബ്രൗസിനെ അഭിസംബോധന ചെയ്യുകയും അദ്ദേഹത്തിന്റെ ആത്മീയ വശങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തതുമാണ്. ഇതിൽ അദ്ദേഹം സെൻ ബുദ്ധമതത്തെക്കുറിച്ച് വിശദമായി പറയുകയും ഇന്ത്യ സന്ദർശിക്കാനുള്ള തന്റെ ആഗ്രഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു. ബ്രൗണിന്റെ കത്തിന് മറുപടിയായിട്ടാണ് ബോബ്സിന്റെ കത്ത്. അതിൽ കുംഭമേളയിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹം പറയുന്നു. ഏപ്രിലിൽ ആരംഭിക്കുന്ന കുംഭമേളയ്ക്കായി ഇന്ത്യയിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മാർച്ചിൽ എപ്പോഴെങ്കിലും പോകും. ഇതുവരെ ഉറപ്പിച്ചില്ല. ഹിന്ദുമതത്തിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്തിയ അദ്ദേഹം കത്തിൽ ശാന്തി സ്റ്റീവ് ജോബ്സ് എന്നാണ് ഒപ്പിട്ടിരിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ നിംകരോളി ബോവയുടെ ആശ്രമം സന്ദർശിക്കാനായിരുന്നു സ്റ്റീവ് ജോബ്സ് ആദ്യം പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ നൈറ്റിറ്റാറ്റിൽ എത്തിയപ്പോൾ നെങ്കരോളി ബാബ കഴിഞ്ഞ വർഷം മരിച്ചുവെന്ന് അദ്ദേഹം അറിഞ്ഞു. നിരാശപ്പെടാതെ നിംകരോളി ബാബയുടെ സന്ദർശനങ്ങളിൽ നിന്നും പഠിപ്പിക്കലുകളിൽ നിന്നും ആശ്വാസം നേടി. സ്റ്റീവ് ജോബ്സ് ആശ്രമത്തിൽ താമസിച്ചു. 7 മാസം അദ്ദേഹം ഇന്ത്യയിൽ ചെലവഴിച്ചു. അതിന്റെ സംസ്കാരത്തിലും ആത്മീയതയിലും മുഴുകി. ഇപ്പോൾ സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ മഹാകുംഭമേളയിൽ പങ്കെടുത്ത് അദ്ദേഹത്തിന്റെ ദീർഘകാല ആഗ്രഹങ്ങളിൽ ഒന്ന് നിറവേറ്റി. അതേസമയം കുംഭമേളയിലേക്ക് ലക്ഷക്കണക്കിന് ഭക്തരാണ് എത്തുന്നത്. 45 ദിവസമാണ് കുംഭമേള നടക്കുന്നത്. വൻ തയ്യാറെടുപ്പുകളാണ് കുംഭമേളയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. ജനുവരി 13-നാണ് മഹാകുംഭമേളയ്ക്ക് തുടക്കമായത്. വെബ് ഡെസ്ക് തത്തുമൈ TV.